ചരിത്രരേഖകളിൽ ദ്വാരസമുദ്ര എന്നറിയപ്പെടുന്ന ഹലേബിഡു ഹാസനിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം. 11-ാം നൂറ്റാണ്ടിൽ 300 വർഷത്തോളം ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ രാജകീയ തലസ്ഥാനം. ഹലേബിഡു എന്നാൽ പഴയ തലസ്ഥാനം, നാശം സംഭവിച്ച നഗരം എന്നർത്ഥം. 1311-ൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപൻ മാലിക് കഫൂറും സൈന്യവും 1326-ൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സൈന്യാധിപൻ ജനറൽ സാലറും സൈന്യവും 2 പ്രാവശ്യം ആക്രമിച്ച് നശിപ്പിച്ച് കൊള്ളയടിച്ച നഗരം. ബേലൂർ ചെന്നകേശവ ക്ഷേത്രത്തിനേക്കാൾ ഒരുപക്ഷെ മികച്ച വാസ്തുവിദ്യകളോടുകൂടിയ ഹൈന്ദവ ജൈന ക്ഷേത്രങ്ങൾ ഹലേബിഡുവിലുണ്ട്. സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രയാണം തുടരുന്നു ഹൊയ്സാല സാമ്രാജ്യത്തിലെ ഹലേബിഡു ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൊയ്സാലേശ്വര ക്ഷേത്രം, ശാന്തളേശ്വര ക്ഷേത്രം എന്ന ഇരട്ട ക്ഷേത്രങ്ങളിൽ. 2 ശിവക്ഷേത്രങ്ങൾ മൃദുക്കല്ലിൽ നിർമ്മിച്ചത്. ഹൊയ്സാലേശ്വരൻ രാജാവ് വിഷ്ണുവർദ്ധൻ്റെയും ശാന്തളേശ്വരൻ രാജ്ഞി ശാന്തളാദേവിയുടെയും പ്രത്യേക പരിചരണത്തിലുള്ള ക്ഷേത്രങ്ങളായിരുന്നു. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് തെക്ക് ഭാഗത്തു നിന്നും. ഹൊയ്സാലേശ്വരൻ, ശാന്തളേശ്വരൻ. കിഴക്കോട്ട് ദർശനത്തിൽ 2 ശിവലിംഗ പ്രതിഷ്ഠകൾ. ഇവിടെ 6 അടിയിലധികം ഉയരത്തിൽ 15 അടി വീതിയിൽ 32 മൂലകൾ വരുന്ന രീതിയിൽ നിർമ്മിച്ച തറയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 ക്ഷേത്രം ഒന്നിച്ചിരിക്കുന്നതിനാൽ 64 മൂലകൾ. 1799-ൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടതിന് ശേഷമുള്ള കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യമുള്ള വിഗ്രഹങ്ങൾ, കല്ലിൽ നിർമ്മിച്ചതും പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതും, ബ്രിട്ടനിലേക്ക് കടത്തപ്പെട്ടു. കാരണം അവയുടെ ശില്പഭംഗി. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന തെക്ക് ഭാഗത്തെ കവാടത്തിൻ്റെ ഇടതും വലതും 6 അടിയിലധികം ഉയരമുള്ള ആഭരണങ്ങൾ അണിഞ്ഞ ദ്വാരപാലകർ. കിരീടം, നെക്ലസ്, നീളമുള്ള മറ്റൊരു നെക്ലസ്, ചിലങ്ക, അരഞ്ഞാണം എല്ലാം കൈകൊണ്ട് കല്ലിൽ കൊത്തിയുണ്ടാക്കിയത്. ദൗർഭാഗ്യം, മനോഹരമായ ഈ 2 ശില്പങ്ങളുടെയും 4 കൈകളിൽ 2 കൈകൾ ഉടച്ചിരിക്കുന്നു. ഉൾഭാഗം പൊള്ളയായ വിധത്തിൽ കൈകൾ എങ്ങനെ കല്ലിൽ കൊത്തിയെടുത്തു? ക്ഷേത്രത്തിനകത്തേക്കുള്ള കാഴ്ച തെക്കേ നടയിൽ നിന്നും. നടയടച്ചിരിക്കുന്നു. താക്കോൽദ്വാരത്തിലൂടെ ഞാൻ കണ്ട ഹൊയ്സാലേശ്വരൻ പുരുഷഭാവത്തിലുള്ള പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു. സ്ത്രൈണഭാവത്തിലുള്ള മറ്റൊരു ശിവലിംഗ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മകരശാർദൂല എന്ന സാങ്കല്പിക മൃഗത്തിനെ ശ്രീകോവിലിൻ്റെ വാതിലിന് മുകളിൽ 2 വശത്തും കൊത്തിവെച്ചിരിക്കുന്നു. സിംഹത്തിൻ്റെ കാല്, ആനയുടെ തുമ്പിക്കൈ, മുതലയുടെ വായ, പശുവിൻ്റെ ചെവി, കുരങ്ങൻ്റെ കണ്ണ്, പന്നിയുടെ ശരീരം, മയിലിൻ്റെ വാല്. ഹൊയ്സാല ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന നിർമ്മിതി, പുരാണ സമുന്നയ ജീവി. ഈ വ്യത്യസ്ത ജീവശരീര ഭാഗങ്ങളുടെ കഴിവുകളെല്ലാം കൂടി ചേർന്നതായിരുന്നു ഹൊയ്സാല സാമ്രാജ്യം. ശ്രീകോവിലിൻ്റെ കവാടത്തിലെ ദ്വാരപാലകർ. ദ്വാരപാലകരുടെ കിരീടം നിർമ്മിച്ചിരിക്കുന്നത് 900 വർഷങ്ങൾക്ക് മുൻപ് അതിനൂതനമായി. അതിനോട് ചേർന്ന മറ്റൊരു സൃഷ്ടി ചാമരധാരണിയുടെ കിരീടവും. അതിനൂതന നിർമ്മിതി. ഒരു യഥാർത്ഥ കിരീടം തലയിൽ വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെ കിരീടത്തിനും തലയ്ക്കും ഇടയിൽ വിടവുകൾ. കിരീടത്തിലെ അലങ്കാരങ്ങൾ ആ വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കൽത്തൂണ് കണ്ടോ? അതിൽ കൊടുത്തിരിക്കുന്ന ആകാരപടിവുകൾ, വശങ്ങളിലെ തിളങ്ങുന്ന നിർമ്മിതി, അത്ഭുതം. ശ്രീകോവിലിന് മുമ്പിലെ വട്ടക്കല്ല് വിശിഷ്ട ചടങ്ങുകൾ മാത്രം നടത്താനുള്ളത്. ഈ പ്രതിഷ്ഠയുടെ ഭംഗി അല്പം കുറവായതുകൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കാം. കൊള്ളാവുന്ന ശില്പങ്ങളെല്ലാം ഇന്ന് ലോകത്തെവിടെയെങ്കിലുമുള്ള കാഴ്ച ബംഗ്ലാവിൽ പ്രദർശന വസ്തുവായി ഇരിപ്പുണ്ടാകും. അതവിടെ സൂക്ഷിക്കുന്നവർക്കും അവിടെ അത് കാണുന്നവർക്കും ആ പ്രതിമകളുടെ മഹത്വം അറിയാൻ യാതൊരു മാർഗവുമില്ല.
കന്നഡ ഭാഷയിലും സംസ്കൃതത്തിലും ഈ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ കല്ലിൽ കൊത്തി എഴുതിയിരിക്കുന്നു. കൊത്തുപണിയിലെ അപൂർണത അല്ലെങ്കിൽ ഭംഗി കുറവുള്ള എല്ലാ പ്രതിമകളും തൽസ്ഥാനത്ത് തന്നെയുണ്ട്. ചെറുതാണെങ്കിലും മനോഹരമായ നിർമ്മിതി. ഇത് ശാന്തളേശ്വരൻ, സ്ത്രൈണഭാവത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ. ശ്രീകോവിലിന് മുമ്പിൽ അതിസൂക്ഷ്മ നിർമ്മിതിയിൽ 4 തൂണുകൾ. ഓരോ തൂണിന് മുകളിലും ഒരു ശിലാബാലിക. ഈ ശിലാബാലികയുടെ തലയും കൈകളും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഈ തൂണിലെ ശിലാബാലികയുടെ 2 കൈകളും വലത് കാൽപാദവും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ തൂണിലെ ശിലാബാലികയുടെയും 2 കൈകളും വലത് കാൽപാദവും ഇല്ല. ശിലാബാലികകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ള സാലഭഞ്ജികകളാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എൻ്റെ ഗൈഡ് ഇതെല്ലാം നശിപ്പിച്ചവരെ എപ്പോഴും ഇൻവേഡേഴ്സ് എന്ന വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി 800 ഏക്കർ വിസ്തൃതിയിൽ മനുഷ്യനിർമ്മിതമായ തടാകം ദ്വാരസമുദ്രം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അതിൻ്റെ വിസ്തൃതി 400 ഏക്കറായി ചുരുങ്ങിയിരിക്കുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നന്ദി പ്രതിഷ്ഠ 20 അടി നീളവും 6 അടി ഉയരവും. നിർമ്മാണ വൈഭവം കണ്ടോ? മൂക്കുകയർ വരെ വ്യക്തമായി കാണാം. നന്ദിയെ അണിയിച്ചിരിക്കുന്ന അടയാഭരണങ്ങൾ അതിലും വിചിത്രം. കഴുത്തിലെ മണിയും നെക്ലസും എല്ലാം കണ്ടോ? ഇത്രയൊക്കെ സാധിക്കുമോ കല്ലുകൊണ്ട്? മറ്റൊരു യുക്തിപൂർണ്ണ നിർമ്മിതി കാളകൾ കിടക്കുമ്പോൾ വാല് മടക്കി 2 കാലിനും ഇടയിൽ വയ്ക്കും. ഈ നിർമ്മിതിയിൽ അത് വ്യക്തമായി കാണിച്ചിരിക്കുന്നു. എത്ര വലിയ ഒരു കല്ലിനെയാണ് മിനുക്കിയെടുത്ത് ആഭരണങ്ങളും അണിയിച്ച് നന്ദിയായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു 6 അടി ഉയരമുള്ള ഒരു തറയിലാണ് ഈ ക്ഷേത്രം എന്നത്. 32 മൂലകളുള്ള മറ്റൊരു അടിത്തറയുടെ മുകളിലാണ് ഈ തറ നിർമ്മിച്ചിരിക്കുന്നത്. അതും പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ചത്. ഏത് നിർമ്മിതിയായാലും അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ കല്ലിൽ കൊത്തിയെടുക്കുമ്പോൾ എങ്ങനെയിരിക്കും? ഈ നിർമ്മിതികളൊന്ന് ശ്രദ്ധിക്കൂ. ഏറ്റവും താഴെ ആനകൾ, ഒന്നിനും മറ്റൊന്നിനോട് യാതൊരു സാമ്യവുമില്ല. അതിന് മുകളിലത്തെ വരിയിൽ സിംഹങ്ങൾ, അതും വ്യത്യസ്തമായത്. പിന്നെയും മുകളിൽ കുതിരപ്പുറത്ത് ഭടന്മാർ, അതും സാമ്യമില്ലാത്തത്. അടുത്തത് മുകളിൽ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത എന്നിവയിൽ നിന്നുമുള്ളവ. ഏറ്റവും മുകളിൽ മകരശാർദൂല, 1ഉം 2ഉമല്ല, ഒരു വരി മുഴുവൻ. എത്ര സൂക്ഷ്മമായ കൊത്തുപണികൾ! എത്ര ക്ഷമയുള്ളവരായിരിക്കണം ഇവയുടെ ശില്പികൾ! പലയിടത്തും ഈ ശില്പികളുടെ പേരുകൾ കൊത്തിവച്ചിരിക്കുന്നു. അവയിൽ ചില പേരുകൾ മണിബാലകി, മബാല, ബല്ലാന, ബോചന, കേതന, ബാലകി എന്നിങ്ങനെ. കുറഞ്ഞത് ശില്പിയുടെ പേരെഴുതാനുള്ള അവകാശം ഹൊയ്സാല രാജാക്കന്മാർ നൽകിയിരുന്നെങ്കിൽ രാജപരമ്പരയും ശില്പികളും തമ്മിൽ എത്ര ഊഷ്മളമായ ബന്ധങ്ങളായിരിക്കണം. അതിസൂക്ഷ്മമായ മറ്റൊരു നിർമ്മിതി. എത്ര മനോഹരമായിട്ടാണ് ഗൈഡ് അഷ്ടദിക്പാലകരെ വിവരിക്കുന്നത്. Dikku directions, Palaka the guardians. First Indra's vehicle Airavat, the god of heaven. Agni's vehicle Ram, the god of fire. Yaman's vehicle Bison, the god of death.
Narutana is Vakal man, the god of monsoon. Varuna is Vakal crocodile, the god of rain. Vayuna is Vakal deep, the god of wind. Kubera is Vakal horse, the god of money. Ishana, the god of agriculture. Okay. We call them as Ashta Dikka Palakaru. Okay. Ashta means gate. So, ശുക്രാചാര്യർ മെഡിറ്റേഷന് ശേഷം കള്ളു കുടിക്കുന്നത് ഗൈഡിൻ്റെ ഭാവനയിൽ. believe that after meditation used to take alcohol because see the toddy trees were here. Toddy being collected and kept in a pot. Okay. In the meanwhile, a bird has come and sit and took a drop of alcohol. Meaning, taking alcohol is not bad. But how much you can take? Little drop, like a bird can have, it is harmless. Right. If you take too much, it becomes a poisonous like a snake. Exactly. So everything should be in the limitation. Limitation. So taken in excess, even nectar is also a poison. വിഷ്ണു പുരാണത്തിലെ പാലാഴി മഥനം, ഇടതുഭാഗത്ത് അസുരന്മാരും വലതുഭാഗത്ത് ദേവന്മാരും പാലാഴി കടയാനുള്ള കോലായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാസസ്ഥലമായ മന്ദാരപർവ്വതത്തെയും രണ്ട് വശങ്ങളിലേക്കും വലിക്കാനായി ശിവൻ്റെ സർപ്പമായ വാസുകിയെയും ഉപയോഗിക്കുന്നു. മഹാവിഷ്ണു കൂർമാവതാരമായി മന്ദാരപർവ്വതത്തെ താങ്ങി നിർത്തുന്നു. ഗൈഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻവേഡേഴ്സ് എല്ലാവരുടെയും തല വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഈ ചുവരിലെ ഗണപതി ശില്പം ശ്രദ്ധിച്ചോ? ഇതിൽ ഗണപതി 6 ഇഴകളുള്ള പൂണൂൽ ധരിച്ചിരിക്കുന്നു. വിവാഹിതനായതിൻ്റെ അടയാളം. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും വിവാഹം കഴിച്ചിരിക്കുന്നു. മാതാവ് പാർവതീ ദേവിയുടെ ഗുണങ്ങളുള്ള ആളെ വിവാഹം കഴിക്കണം എന്നാഗ്രഹിച്ചതിനാൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച 2 പേർ. ഒരാളെ സൃഷ്ടിച്ചാൽ അത് പാർവതീ ദേവിക്ക് സമമാവും. അതിനാൽ പാർവതീ ദേവിയുടെ ഗുണങ്ങളുള്ള 2 പേരെ സൃഷ്ടിച്ചു. അവിവാഹിതനെങ്കിൽ 3 ഇഴകളുള്ള പൂണൂലാണ് ധരിക്കുക. മറ്റൊന്ന് വലത്തേക്ക് തുമ്പിക്കൈ തിരിച്ചു നിൽക്കുന്നതിനാൽ കോപിഷ്ഠനായ ഗണപതി എന്നും പറയുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, സരസ്വതി, നാഗരാജ, ശിവ, ലക്ഷ്മി, അപ്സരസ്, പാർവതി ചാമുണ്ടേശ്വരിയായി, മഹിഷാസുര മർദ്ദിനിയായി. ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഗജചർമാംബരധാരി. ഭഗവാൻ ശിവൻ ആക്രമിക്കാനായി വന്ന ആനയെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ധരിക്കുന്നു എന്ന് സങ്കല്പം. ഈ ഗണപതി പ്രതിമ ശ്രദ്ധിച്ചോ? 3 ഇടകളുള്ള പൂണൂൽ ധരിച്ചിരിക്കുന്നു. അവിവാഹിതൻ. ഇടതുവശം തുമ്പിക്കൈയുടെ സ്ഥാനം. വളരെ ശാന്തനായിരിക്കുന്നു. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഗണപതി പ്രതിഷ്ഠയിൽ ഇടതുവശം തുമ്പിക്കൈ ഉള്ളതായിരിക്കണം എന്ന് ഹൈന്ദവ വിശ്വാസം. പത്ത് തലയും 20 കൈകളും ഉള്ള രാവണൻ ശില്പിയുടെ കാഴ്ചയിൽ. ഭഗവാൻ ശിവൻ പാർവതി സമേതനായി നന്ദിയുടെ മുകളിലിരിക്കുന്ന ശില്പം. ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തിയ മഹാവിഷ്ണു, കല്യാണ പെരുമാൾ. കണ്ണാടിയിൽ നോക്കി കമ്മൽ നേരെയാക്കുന്ന സാലഭഞ്ജിക. നിൽക്കുന്ന വിധം കണ്ടോ? ഒറ്റക്കാലിൽ ചരിഞ്ഞ്. ദർപ്പണസുന്ദരി എന്നും അറിയപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 903 വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിതിയിൽ ആധുനിക മിസൈലുകൾ പോലെയുള്ള ആയുധങ്ങൾ. ശക്തിമാനായ ഭീമൻ മഹാഭാരത യുദ്ധത്തിൽ ആനകളെ കൊന്നെറിയുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ആനകൾ ആകാശം മുട്ട കിടക്കുന്നതായി ശില്പിയുടെ സങ്കല്പം. എന്താ അല്ലേ? ഭഗവാൻ ശിവൻ താമരയിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. അപൂർവമായ ശില്പം. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു പത്മവ്യൂഹത്തിൽ പുറത്തേക്ക് വരാനാവാതെ കൊല്ലപ്പെടുന്നത് വരെ
എത്ര മനോഹരമായി ശില്പി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. നരസിംഹാവതാരത്തിൽ അസുര രാജാവായിരുന്ന ഹിരണ്യകശിപുവിൻ്റെ വധം. രാത്രിയിലും പകലും ഭൂമിയിലും ആകാശത്തിലും ബ്രഹ്മസൃഷ്ടി മൂലമോ ആയുധങ്ങൾ മൂലമോ കൊല്ലപ്പെടാൻ പാടില്ല എന്ന വരം. അനന്തശയനം. മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീപത്മനാഭൻ. സീതയെ കാണാൻ ലങ്കയിൽ പോകുമ്പോൾ അടയാളം കാണിക്കാൻ ശ്രീരാമൻ ഹനുമാന്റെ കയ്യിൽ മോതിരം നൽകുന്ന ശില്പം. ബാലി സുഗ്രീവ ദന്ത യുദ്ധത്തിൽ ശ്രീരാമൻ മറഞ്ഞിരുന്ന് ബാലിയെ അസ്ത്രം ചെയ്ത് കൊല്ലുന്നു. ബാലിയെ നേരിട്ട് എതിരിടുന്ന ആളിൻ്റെ പകുതി ശക്തി ബാലിയിലേക്ക് പോകുന്ന വരം സിദ്ധിച്ചിരുന്നു. മൂന്നടി സ്ഥലം ആവശ്യപ്പെട്ട വാമനൻ എന്ന മഹാവിഷ്ണു അവതാരം ഒരു കാലിൽ ഭൂമിയും മറ്റൊരു കാലിൽ ആകാശവും അളന്ന ശില്പം. ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഐതിഹ്യത്തിൻ്റെ മുന്നോടി. ഈ നിർമ്മിതികളെല്ലാം കണ്ട് ഞാൻ ശരിക്കും അന്ധാളിച്ച് നിൽക്കുകയാണ്. ഓരോ ചുവരിലെയും ഓരോ കല്ലിലും എത്ര സൂക്ഷ്മമായ നിർമ്മിതികൾ. ഉളിയൊന്ന് പാളിയാൽ അതുവരെ ചെയ്തതെല്ലാം വെറുതെയാകുന്ന പണി. അപാരം. താണ്ഡവ നൃത്തമാടുന്ന ശിവനെ പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നൃത്തമാടുന്ന ലക്ഷ്മി ദേവിയാണ് വലതുവശത്ത് കാണുന്നത്. ലക്ഷ്മി ദേവി നൃത്തമാടുന്നത് മുൻപ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുമ്പ് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത മറ്റൊരു ശില്പം, സരസ്വതി ദേവിയുടെ നൃത്തം. ഹൊയ്സാല ശില്പികൾക്ക് മാത്രം ഇത്രത്തോളം ഭാവന എവിടെ നിന്ന് എന്ന് മനസ്സിലാകുന്നില്ല. മനോഹരമായി ചെതുക്കിയെടുത്ത എത്ര തൂണുകൾ. 6 തൂണുകൾ കടന്നു ചെല്ലുമ്പോൾ ചെറിയ ഒരു ക്ഷേത്രം. അവിടെ കാണുന്നത് ശിവലിംഗം. ഒരുപക്ഷെ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത അറിയാത്തതുകൊണ്ട് മാത്രം ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കാം. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിൽക്കുന്ന ശില്പം. നെറ്റിയുടെ മുകളിൽ ബിന്ദിയിടുന്ന അനാമിക എന്ന ദർപ്പണസുന്ദരി. അതും കണ്ണാടിയിൽ നോക്കി. 903 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത് എന്ന് ഓർക്കണം. ദ്രൗപദി സ്വയംവരത്തിൽ അർജുനൻ ചക്രത്തിൽ കറങ്ങുന്ന പക്ഷിയുടെ കണ്ണിൽ അമ്പെയ്യുന്ന രംഗം. ബ്രഹ്മാവ്, മഹേശ്വരൻ, വിഷ്ണു. എത്ര മനോഹരമായ ശില്പങ്ങൾ. ഇടതുവശത്ത് കർണാടക വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗൈഡ് അസ്ലാം ഷെരീഫ്. മറ്റ് 4 പേരും ടൂറിസം പോലീസ്. അവർണ്ണനീയം. ഈ നിർമ്മിതികളെ ലോക ടൂറിസം ഭൂപടത്തിൽ എടുത്തുകാട്ടി
വിശ്വസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് കർണാടക വിനോദസഞ്ചാര വകുപ്പ് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. 1311 മാലിക് കഫൂർ ആക്രമണങ്ങൾക്ക് ശേഷം കണക്കില്ലാത്ത അളവിൽ രത്നങ്ങളും സ്വർണവും വെള്ളിയും ഒട്ടകങ്ങളുടെ പുറത്ത് കെട്ടിവെച്ച് ഇവിടെ നിന്നും കടത്തിയിരുന്നു. ശാന്തളേശ്വരൻ്റെ നന്ദിയിൽ നിന്നും ഹൊയ്സാലേശ്വരൻ്റെ നന്ദിയിലേക്ക്. ഹൊയ്സാലേശ്വരൻ്റെ നന്ദി 8 അടിയോളം ഉയരം. നമ്മുടെ നാട്ടിലെ ഓച്ചിറ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് കാളകളെ ഒരുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ശില്പങ്ങളും അത്ര പ്രമാദമായ വിധത്തിൽ കഴുത്തിൽ മണിയും വലിയ നെക്ലസും പുറത്ത് പട്ടു പരവധാനിയുമെല്ലാം ശില്പവേലകളാണെന്ന് മാത്രം. രണ്ടിൻ്റെയും നിർമ്മാണ ചാതുര്യം ഒരുപോലെ. ഹൊയ്സാലേശ്വരൻ്റെ നന്ദിയുടെ പുറകിൽ ഹൊയ്സാലേശ്വരനെ നോക്കി 8 അടിയോളം ഉയരമുള്ള ഒരു സൂര്യഭഗവാൻ പ്രതിഷ്ഠ. വീരസ്തംഭം. വീരബല്ലാല രണ്ടാമൻ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ലക്ഷ്മണനും ഭാര്യയും അനുയായികളും നിർമ്മിച്ച ഗരുഡസ്തംഭമായിരുന്നു. മുകളിൽ ഒരു ഗരുഡ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു. സ്തംഭത്തിൻ്റെ മധ്യത്തിൽ 8 പുരുഷരൂപങ്ങൾ, 4 പുരുഷരൂപങ്ങൾ സ്വയം ബലിയർപ്പിക്കുന്ന വിധത്തിൽ കഴുത്തിൽ വാള് വച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ട രാജാവ് വീരബല്ലാലൻ രണ്ടാമനോടുള്ള വിശ്വാസവും മരിക്കാനുള്ള ദൃഢനിശ്ചയവും. ആയിരത്തി 1121 ഹൊയ്സാല ചക്രവർത്തി വിഷ്ണുവർദ്ധൻ ഹൊയ്സാലേശ്വര ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം അനുവദിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. പ്രാരംഭ നടപടിക്രമങ്ങൾക്ക് ശേഷം യഥാർത്ഥ നിർമ്മാണം എന്നാരംഭിച്ചു, എന്ന് നിർമ്മാണം പൂർത്തിയാക്കി എന്നതിന് വ്യക്തമായ രേഖകൾ ഇല്ല. ബേലൂർ ചെന്നകേശവ ക്ഷേത്രം വൈഷ്ണവാരാധനയ്ക്ക് നിർമ്മിച്ചതാണെങ്കിലും ഹൊയ്സാലേശ്വര ക്ഷേത്രം ശൈവാരാധനയ്ക്ക് മാത്രമായി നിർമ്മിച്ചതാണ്. രാജഭക്തിയോ രാജഭയമോ, എത്രയായിരം ശില്പികളുടെ വർഷങ്ങൾ നീണ്ടുനിന്ന അത്യധ്വാനം. ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്തതുപോലെ ഇന്ത്യ എന്ന മഹാരാജ്യം വന്നവരെ എല്ലാവരെയും സ്വീകരിച്ച് സ്വയം ചതിക്കപ്പെടുകയായിരുന്നു. സ്വന്തം അസ്തിത്വം, സംസ്കാരം എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നു. അതുമാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ രാജ്യത്തെ നശിപ്പിച്ച പാരമ്പര്യവും സംസ്കാരവും ഇല്ലാതാക്കിയവരെ പ്രകീർത്തിച്ച് പഠിക്കേണ്ടിയും വന്നു. ഈ കാലയളവിലെല്ലാം ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഹൈന്ദവ സാമ്രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വിനോദസഞ്ചാരം എന്നൊരു പ്രക്രിയ ഇല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഇന്നും അറിയപ്പെടാതെ പോകുമായിരുന്നു. ഈ പുൽത്തകളികളുടെ അപ്പുറം ദൂരെയായി ദ്വാരസമുദ്ര എന്ന മനുഷ്യനിർമ്മിത തടാകം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് എനിക്ക് കിട്ടിയത് ബേലൂരിലെയും ഹലേബീഡുവിലെയും ഹൊയ്സാല നിർമ്മിതികളുടെ ബാക്കിപത്രമായ ഈ ക്ഷേത്രങ്ങൾ മാത്രമാണ്. ഹൊയ്സാല കൊട്ടാരങ്ങളുടെ അസ്ഥിവാരം പോലും കാണാനായില്ല. ഹൊയ്സാലേശ്വര ക്ഷേത്രവും അനുബന്ധ കാഴ്ചകളും വിവരണങ്ങളും ഇഷ്ടമായോ? ശേഷം മറ്റൊരു വീഡിയോയിൽ ഹലേബീഡുവിലെ ജൈന ക്ഷേത്രങ്ങളിലേക്ക്, കേദാരേശ്വര ക്ഷേത്രത്തിലേക്ക്.